പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ വീഡിയോയുടെ തുടർച്ചയായി ഇന്ന് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത് തെക്കേ ഇന്ത്യയിലെ മഹത്തായ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന കീലടിയിലെ മ്യൂസിയത്തിലേക്കാണ്. തെക്കേ ഇന്ത്യയിലെ ശിവഗംഗ ഡിസ്ട്രിക്റ്റിലെ വൈഗായ് എന്ന നദിക്കരയിൽ 2014 ഉദ്ഖനനം ചെയ്ത് കണ്ടെടുത്ത ചരിത്രപ്രസിദ്ധമായ കീലടി സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ പ്രദർശിപ്പിച്ചിരിക്കുന്ന മ്യൂസിയമാണ് ഈ കാണുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ച കീലടിയിലെ ഉദ്ഖനനം നടന്ന സ്ഥലമാണ് ഇത്. വൈഗാ നദീതീരത്ത് തഴച്ചു വളർന്നിരുന്ന പുരാതന നാഗരികതയിലേക്ക് വെളിച്ചം വീശുന്ന ധാരാളം വസ്തുക്കൾ കണ്ടുകെട്ടിയത് 31,000 ചതുരശ്ര അടി സ്ഥലത്ത് 18.42 കോടി രൂപ ചെലവഴിച്ച് തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ ആർക്കിയോളജി വിഭാഗം മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. 3 നിലകളിലായിട്ട് അവിടെ നിന്ന് കിട്ടിയ ശേഷിപ്പുകൾ കണ്ണാടിക്കൂടുകളിലായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. കൂടാതെ ഒരു ഡോക്യുമെൻ്ററി കാണിക്കുന്ന ഒരു ഹാളും ഉണ്ട്. കാർഷികവൃത്തിയിലും വാണിജ്യ വ്യവസായത്തിലും നെയ്ത്ത്, കളിപ്പാത്ര നിർമ്മാണം, ഇരുമ്പ് ഉൽപ്പന്ന നിർമ്മാണം, ആഭരണം എന്നിവയിലെല്ലാം ഇവർ തൽപരരായിരുന്നു. തമിഴ്നാട്ടിൻ്റെ പല ഭാഗങ്ങളിലായി നടത്തിയ ഉദ്ഖനനങ്ങളുള്ള സ്ഥലങ്ങളുടെ ചിത്രമാണിത്. ആസൂത്രിതമായ എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തോടെ നിർമ്മിച്ച കെട്ടിടങ്ങളുടെ അടിത്തറകളും ഡ്രെയിനേജ് സിസ്റ്റവും വളയക്കിണറുകളും തുടങ്ങിയെല്ലാം നമ്മെ വിസ്മയപ്പെടുത്തുന്നു. വലിയ ബറിയൽ ലേൺസിൽ അടക്കം ചെയ്ത അന്നത്തെ ശവസംസ്കാര രീതിയുടെ ചിത്രമാണിത്. തമിഴ്നാട്ടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി ഉദ്ഖനനം ചെയ്ത പ്രദേശങ്ങളും ശിലാലിഖിതങ്ങളുമാണിവ. 2nd സെഞ്ച്വറി BC-യിൽ റോമിൽ നിർമ്മിച്ച പാത്രങ്ങൾ അല്ലെങ്കിൽ അരറ്റൈൻ വെയർസിൻ്റെ ശേഷിപ്പുകളാണിവ. ഇത് റോമുമായുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. പല വലിപ്പത്തിലും ആകൃതിയിലും നിറത്തിലുമുള്ള മുത്തുകൾ ചേർത്തുള്ള വില കൂടിയ ആഭരണങ്ങൾ, മാലകൾ എന്നിവ കാണാം. കുഴിച്ചെടുത്ത ഒരു സ്ഥലത്തു നിന്നും ആരാധനാലയങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളോ അല്ലെങ്കിൽ ദേവതകളെ പറ്റിയുള്ള വിവരങ്ങളൊന്നും തന്നെ കണ്ടെടുത്തതായിട്ട് സൂചനയില്ല. മണ്ണിനടിയിൽ നിന്ന് കുഴിച്ചെടുത്ത പല നിറത്തിലും വലിപ്പത്തിലുമുള്ള പാത്രങ്ങൾ. ചെട്ടിനാട് ശൈലിയിൽ തീർത്ത ഈ മ്യൂസിയത്തിൽ ചില്ലിട്ട കൂട്ടിനുള്ളിലായി ഇവയെല്ലാം അടുക്കി വച്ചിരിക്കുന്നു. 10 മണി മുതൽ വൈകിട്ട് 6 വരെ ഈ മ്യൂസിയം പ്രവർത്തിക്കുന്നതാണ്. ആനക്കൊമ്പിൽ നിർമ്മിച്ച പല സാധനങ്ങളും കണ്ടെടുത്തതായിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഈ ചീർപ്പ്. ടെറാക്കോട്ട കൊണ്ടുള്ള ആഭരണങ്ങളോടൊപ്പം തന്നെ വിലപിടിപ്പുള്ള പല രത്നങ്ങളുടെയും ആഭരണങ്ങൾ ഇവിടെ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. അംതിയസ്റ്റ് ബീഡ്സ്, അകാതെ ബീഡ്സ്, ഗ്ലാസ് ബീഡ്സ്, കാർണേലിയൻ ബീഡ്സ് എന്നിവയും പല നിറങ്ങളിലുള്ള ഭംഗിയാർന്ന മുത്തുകളും ഡയമണ്ട് എന്ന പോലെയുള്ള വിലപിടിപ്പുള്ള മറ്റു രത്നങ്ങളും ഇവിടെ നിന്ന് കുഴിച്ചെടുത്തതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. സെമി പ്രഷ്യസ് ആയിട്ടുള്ള കാർണേലിയൻ ബീഡ്സും ക്വാർട്സ് ബീഡ്സുമാണിത്. അഗാതെ ബീഡ്സും സോപ്പ് സ്റ്റോൺസുമാണിവ. വിലപിടിപ്പുള്ള ആംതിയസ്റ്റ് എന്ന ബീഡ്സാണിവ. നീല നിറത്തിലുള്ള ഭംഗിയാർന്ന മുത്തുകൾ. അഗാതെ സ്റ്റോൺസും സോപ്പ് സ്റ്റോൺസും ചില്ലുകൂടുകളിലാക്കി വെച്ചിരിക്കുന്നു. പല നിറത്തിലും വിവിധ ആകൃതിയിലുമുള്ള മുത്തുകൾ. ആംതിയസ്റ്റ് മാലയും ഗ്ലാസ് ബാംഗിൾസും ഷെൽ ബാംഗിൾസ് നിങ്ങൾക്കിവിടെ കാണാം. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ചെറിയ ചെറിയ വീട്ടുപകരണങ്ങൾ ഇവിടെ കാണാം. സ്വർണം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പല ആഭരണങ്ങളും ഇവിടെ കാണാം.
കീലടിയിൽ നിന്ന് കുഴിച്ചെടുത്ത ഗ്ലാസ് ബീഡ്സുകളാണിവ. കുഴിച്ചെടുത്തപ്പോൾ കിട്ടിയ നെയ്ത്തുപകരണങ്ങളിൽ നിന്ന് വസ്ത്രനിർമ്മാണം അവർക്ക് വശമായിരുന്നെന്ന് തെളിയുന്നു. കീലടിയിൽ നിന്ന് കുഴിച്ചപ്പോൾ കിട്ടിയ സെമി പ്രഷ്യസ് സ്റ്റോണായ കരീലിയൻ സ്റ്റോൺസ് തെക്കേ ഇന്ത്യയിലെ കീലടി സംസ്കാരത്തിന് ഗുജറാത്ത്, മഹാരാഷ്ട്ര, അതായത് വെസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യയുമായി വാണിജ്യ ബന്ധമുണ്ടായിരുന്നു എന്നതിൻ്റെ സൂചനയായി ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. വിവിധ ആകൃതിയിലും വിവിധ നിറത്തിലും ഉള്ള ഭംഗിയാർന്ന ടെറക്കോട്ട പാത്രങ്ങൾ. പലതരം വളർത്തുമൃഗങ്ങളുടെ അസ്ഥികളും ശേഷിപ്പുകളും മറ്റും ലഭിച്ചതിൽ നിന്നും കാർഷിക വൃത്തിയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതചര്യയാണ് അവർ നയിച്ചിരുന്നതെന്നും അനുമാനിക്കാം. തമിഴ്നാട്ടിലെ പല ഭാഗങ്ങളിൽ നിന്നായി നടത്തിയ ഉത്ഖനനങ്ങളുടെ ചിത്രമാണിത്. പല നിറത്തിലുള്ള വൈവിധ്യമാർന്ന മുത്തുകൾ. ഇരുമ്പ് എന്ന ലോഹം കണ്ടുപിടിച്ചതായും അതുകൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിച്ചിരുന്നതായും തെളിവുകളുണ്ട്. നാനാതരം ബീഡ്സുകൾ കൂട്ടിവെച്ചിരിക്കുന്ന കാഴ്ച. സാധനങ്ങൾ തൂക്കുന്നതിന് ത്രാസ് ഉപയോഗിച്ചിരുന്നില്ലെന്നും പകരം തുലാം എന്ന അളവാണ് ഉപയോഗിച്ചിരുന്നതെന്നും വ്യക്തമാക്കുന്ന ചിത്രമാണിത്. അയൺ ഏജ് കാലഘട്ടത്തിലൂടെയാണ് കീലടി സംസ്കാരം കടന്നുപോയത് എന്നതിൻ്റെ ഒരു ദൃശ്യമാണിത്. സംഘകാലഘട്ടത്തിൽ മാങ്കുളം എന്ന ദേശത്തിലെ പാണ്ഡ്യരാജാവായിരുന്ന നെടുംചേഴിയനെ പറ്റി പരാമർശിക്കുന്ന ഒരു തമിഴ് ശിലാലിഖിതമാണിത്. ഇൻഡസ് ഗ്രാഫിറ്റികളും കീലടിയിലെ ഗ്രാഫിറ്റി മാർക്സും ഒരേപോലെ കാണപ്പെടുന്നു എന്നതിൻ്റെ തെളിവായുള്ള ഒരു ചിത്രമാണിത്. മഹത്തായ കീലടി സംസ്കാരം ഉടലെടുത്ത സമയത്ത് പത്രങ്ങളിൽ വന്ന വാർത്തകളുടെ ചിത്രമാണിത്. അവിടെ നിന്നും കണ്ടെടുത്ത ടെറക്കോട്ട കൊണ്ടുള്ള ചക്രങ്ങളാണിവ. ചുവപ്പും കറുപ്പും ചേർന്ന ടെറക്കോട്ടയെ നിർമ്മിതമായിട്ടുള്ള വിവിധയിനം മൺപാത്രങ്ങൾ. 2600 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഇതാണ് കീലടി സംസ്കാരം എന്ന് കാണിക്കുന്ന സർട്ടിഫിക്കറ്റുകളാണിവ. 5000 വർഷങ്ങൾക്ക് മുൻപ് സിന്ധു നദീതട സംസ്കാരവും അതിനുശേഷം വടക്കേ ഇന്ത്യയിൽ ആര്യ സംസ്കാരം ഉടലെടുത്തപ്പോഴും വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ ശേഷിപ്പുകൾ ഇല്ലാതെ മൺമറഞ്ഞു കിടന്നിരുന്ന തെക്കേ ഇന്ത്യയിലെ സംഘകാലഘട്ടത്തിലും പിന്നോട്ട് പോകുന്നതും 2600 വർഷങ്ങളോളം പഴക്കമുള്ളതുമായ കീലടി സംസ്കാരം തെക്കേ ഇന്ത്യക്ക് ചരിത്രത്തിൽ പ്രാധാന്യവും മഹത്വവും നൽകുന്നു എന്നതാണ് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നത്. ആസൂത്രിതവും ഉയർന്ന നാഗരികതയും വാണിജ്യപരമായും കാർഷികപരമായും എഞ്ചിനീയറിംഗ് വൈദഗ്ധ്യത്തിലും ജലവിനിയോഗ വൈദഗ്ധ്യത്തിലും വ്യാപാരത്തിലും നെയ്ത്തിലും ഭാഷയിലും ലിപിയിലും സമ്പന്നതയിലും പുരോഗതി കൈവരിച്ച ഒരു ജനത ആര്യ സംസ്കാരത്തിന് സമാന്തരമായി തെക്കേ ഇന്ത്യയിൽ ജീവിച്ചു പോന്നിരുന്നു എന്നതിൻ്റെ ഉത്തമ ദൃഷ്ടാന്തമാണ് കീലടിയിലെ സംസ്കാരവും അതോടനുബന്ധിച്ചുള്ള മ്യൂസിയവും. ഇത് നമ്മെ അതിശയിപ്പിക്കുന്നു, നമ്മെ അത്ഭുതപരതന്ത്രരാക്കുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എന്നും അപേക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.